എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഏതോ ഒരു സ്ഥലത്ത് യാഗര ബുള്ളിനെ കാണിക്കുകയാണ്. അത് വയസ്സായ ഒത്തിരി പ്രായമുള്ള ഒരു ബുള്ളാണ്. ഒരു പെൺകുട്ടി അതിനെ സ്വപ്നം കണ്ട് ഇപ്പൊ ഞെട്ടി എഴുന്നേക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കാണിക്കുകയാണ്. ചോപ്പർ ആണെങ്കിൽ ഒരു അടിപൊളി ക്യാൻഡി ഒക്കെ വാങ്ങി നമ്മുടെ ലൂഫിക്ക് കൊടുക്കുകയാണ്. ചോപ്പർ പറയും എന്തൊക്കെയാണെങ്കിലും നാമിക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. സോ അതുകൊണ്ടാണ് നീ ഇത്രയൊക്കെ ചെയ്തിട്ടും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പോവാൻ 10,000 ബെറീസ് അവള് തന്നത്. ഉറപ്പായിട്ടും നമ്മളിത് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. സോ ബാക്കിയുള്ള പണം ഉപയോഗിച്ച് നമുക്ക് കുറച്ച് മെഡിക്കൽ ബുക്സ് ഒക്കെ വാങ്ങാന്ന് പറഞ്ഞ് അവര് ബുക്ക് സ്റ്റാൾ ലക്ഷ്യമാക്കി മുൻപോട്ടേക്ക് നടക്കുമ്പോ കുറച്ചു പേര് ഇപ്പൊ ലൂഫിയുടെ അടുത്തേക്ക് വരും. വാവ്, ലൂഫി സാറല്ലേ, സാറിന്റെ വലിയ ഫാൻസ് ആണ് ഞങ്ങള്. നിങ്ങൾ കാരണമാണ് ഞങ്ങളുടെ ആൾക്കാരെ ഞങ്ങൾക്ക് തിരികെ കിട്ടിയത്. കഴിഞ്ഞ ദിവസത്തെ പാർട്ടി അത് അടിപൊളിയായിരുന്നു. അതുപോലെ ഒരു പാർട്ടി കൂടെ നമുക്ക് നടത്തണ്ടേ ചോദിക്കും. അതിന് ലൂഫി പറയും ഉറപ്പായിട്ടും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത അബി പെൺകുട്ടി, അവളാണെങ്കിൽ അവളുടെ യാഗര ബുള്ളിന്റെ ഫോട്ടോ അത് ഓരോ സ്ഥലത്തായിട്ട് പതിപ്പിക്കും. അതിനെ ആരെങ്കിലും കണ്ടെത്തി തിരികെ എത്തിച്ചു തരുമെന്നാണ് അവൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പ അബിപ്പെണ്ണ് അവൾ എന്തോ ശബ്ദം കേട്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കും. അപ്പൊ ദൂരത്തായിട്ട് അവൾ കാണും ഒരുപാട് ആൾക്കാര് അവർ ലൂഫിക്ക് ചുറ്റും അങ്ങനെ കൂടി നിൽക്കുകയാണ്. അവർ ലൂഫിയുടെ കയ്യിലൊക്കെ പിടിച്ച് വലിച്ച് ഞങ്ങളുടെ കൂടെ വായോ, കഴിഞ്ഞ ദിവസം നീ ഞങ്ങൾക്ക് പാർട്ടി തന്നില്ലേ, ഇത്തവണ പാർട്ടി അത് ഞങ്ങൾ തരുമെന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൂഫിയുടെ രണ്ട് കൈയും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ച് അത് റബ്ബർ പോലെ നീട്ടിക്കൊണ്ടുവരും. അഭിപ്പെണ്ണിനാണെങ്കിൽ ആളെ പിടികിട്ടും. ഐസ്ബർഗിനെ രക്ഷിച്ച സ്ട്രോ ഹാറ്റ് പൈററ്റ് ലൂഫി അവളിപ്പോ അവന്റെ അടുത്തേക്ക് ഓടി വരും. അപ്പോഴായിരിക്കും അവൾക്ക് തോന്നുക, ലൂഫി വിചാരിക്കുകയാണെങ്കിൽ എന്റെ യാഗര ബുള്ള് അതിനെ തിരികെ പിടിക്കാൻ കഴിയും. അവൾ ഉഷാറായിട്ട് വീട്ടിലേക്ക് ഓടി വന്ന് ആ യാഗര ബുള്ളുമായിട്ടുള്ള ഒരു ഫാമിലി ഫോട്ടോ അതും എടുത്ത് ലൂഫിയുടെ അടുത്തേക്ക് ഓടും. അവളുടെ പാരന്റ്സിനാണെങ്കിൽ അവളുടെ അവസ്ഥ കണ്ട് ഒരുപാട് വിഷമം തോന്നും. കാരണം അവൾക്ക് ആ ബുള്ളിനെ ഒരുപാട് ഇഷ്ടമാണ്. അതിനെ മിസ് ചെയ്യാൻ അവളെ കൊണ്ടാവില്ല. ഉടനെ ആ അഭിപ്പെണ്ണ് അവൾ ഓടി ഓടി ഒരു വിധത്തില് ആ ജനക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ തിക്കിത്തിരക്കി ഇപ്പൊ ലൂഫിയുടെ മുൻപിലേക്ക് എത്തും. അവളാണെങ്കിൽ ആ യാഗര ബുള്ളുമായിട്ടുള്ള ഫാമിലി ഫോട്ടോ അത് ലൂഫിയുടെ മുൻപിലേക്ക് ഉയർത്തി കാണിക്കും. ലൂഫി, ദയവ് ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേ. ലൂഫി ഉടനെ കാര്യം അന്വേഷിക്കും. അപ്പോഴായിരിക്കും അവൾ പറയാ, ഇത് യാഗര ബുള്ളാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും പെറ്റായിരുന്നു ഇത്. പക്ഷേ ഇപ്പൊ കുറെ ദിവസങ്ങളായിട്ട് ഇതിനെ കാണാനില്ല. എങ്ങനെയെങ്കിലും ഇതിനെ തിരികെ കണ്ടുപിടിച്ച് എനിക്ക് കൊണ്ടുതരണം. ഉടനെ ചുറ്റും കൂടിയിരുന്ന ആൾക്കാര് അവര് ഷോക്കാവും. അവൾ ഇത്രയും ദിവസമായിട്ട് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ? ആക്ച്വലി ആ യാഗര അത് അക്വാലോഗിലാണ് കാണാതായത്. ഒരുപക്ഷെ അതിശക്തമായ തിരമാലയിൽ പെട്ട് അതെവിടേക്കെങ്കിലും പോയിരിക്കാമെന്ന് ജനങ്ങൾ പരസ്പരം പറയും. അത് കേട്ട് അബിക്ക് ദേഷ്യം വരും. അവൾ ദേഷ്യപ്പെട്ട് പറയും, ഒരിക്കലുമില്ല, എന്റെ ബുള്ള് അത് ഭയങ്കര സ്ട്രോങ് ആണ്, അക്വാലോഗിൽ പെട്ടെന്നൊന്നും അതെവിടേക്കും പോവില്ല. ഉടനെ ജനങ്ങളാണെങ്കിൽ അവളൊരു ചെറിയ പെൺകുട്ടി ആയതുകൊണ്ട് അവളോട് ബാഡായിട്ട് പെരുമാറില്ല. അവർ കൂളായിട്ട് അവളോട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഇന്നേക്ക് 3 ദിവസമായി ഇവിടെ എവിടെയെങ്കിലും ഒരു ബുള്ളിനെ കണ്ടെത്താൻ നിന്നെ കൊണ്ട് കഴിഞ്ഞോ? ഇല്ലല്ലോ. അതിനർത്ഥം അതിനെന്തോ സംഭവിച്ചോന്ന് തന്നെയല്ലേ? അതിനവൾ അടിച്ചു പറയും, ഒരിക്കലുമില്ല, എന്റെ ബുള്ള് അതെവിടെയോ പെട്ട് കിടക്കുകയാണ്, അതിനെ ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് അവളുടെ കയ്യിലുള്ള ക്യാഷ് അതിപ്പോ ലൂഫിക്ക് കാണിച്ചു കൊടുക്കും. നീ ഒരു പൈറട്ടല്ലേ, എനിക്ക് എന്റെ ബുള്ളിനെ അതിനെ കണ്ടെത്തി തരാൻ നിനക്ക് കഴിയോ? അങ്ങനെ കഴിയുകയാണെങ്കിൽ എന്റെ കയ്യിലുള്ള ഈ പണം മുഴുവൻ ഞാൻ നിനക്ക് തരാൻ തയ്യാറാണ്. ലൂഫിക്കാണെങ്കിൽ അവളുടെ സ്ട്രോങ് ഡിറ്റർമിനേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവൾ ഭയങ്കര പവറാണ്. ഉറപ്പായിട്ടും അവൾ പറയുന്നത് പോലെ തന്നെ അവളുടെ ബുള്ള് അതെവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവും. ലൂഫി അവളോട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, നിന്റെ ബുള്ള് അതെവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടെത്തി തരും. കണ്ണിന് മുൻപിൽ കണ്ട ഈ ഒരു ട്രഷർ അതെനിക്ക് വേണ്ടാന്ന് വെക്കാനാവില്ല എന്ന് പറഞ്ഞ് അവന്റെ ക്യാപ്പ് തലയിലെടുത്ത് വെക്കും. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം ഷെയ്ക്കാനൊക്കെ കൊടുത്ത് നമ്മുടെ ആൾക്കാര് ആ മിഷൻ ഏറ്റെടുക്കും. ചോപ്പർ സംസാരിക്കുന്നത് കണ്ട് അവള് ഷോക്കാവും. അതിനുശേഷം അവര് 3 പേരും ഒരു ബുള്ളിന്റെ പുറത്ത് കയറി അങ്ങനെ പോവാണ്. ഉടനെ ലൂഫി അവൻ കാഷ്വലായിട്ട് ചോദിക്കും, ആക്ച്വലി നമ്മൾ എന്ത് കണ്ടുപിടിക്കാനാണ് ഇപ്പൊ പോകുന്നേ? അതിനവൾ തലയിൽ കൈവച്ചു പറയും, നീ ഇത്രയും വലിയ മണ്ടനായിരുന്നോ? ഇതാണ് ഞാൻ സ്നേഹിക്കുന്ന എന്റെ റെക്കൂൺ ബുള്ള്. ഇത് ആക്ച്വലി ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു മെമ്പർ ആയിരുന്നു. ഇപ്പൊ ഇതിനെ കാണാനില്ല. ഇതിനെയാണ് നീ കണ്ടുപിടിക്കേണ്ടത്. ലൂഫി സിമ്പിൾ ആയിട്ട് പറയും, ഓ ഇതാണോ, ഇത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് ആ ബുള്ളിനെ അങ്ങനെ കറക്കി കറക്കി അവൻ ആ ബുള്ളടക്കം മുകളിലേക്ക് പോവും. അതിനുശേഷം
താഴേക്ക് നോക്കും അവളുടെ യാഗര ബുള്ള് അത് അവിടെ എവിടെയെങ്കിലും സ്റ്റക്കായി കിടപ്പുണ്ടോന്ന്. അപ്പൊ ദൂരത്തായിട്ട് നമ്മുടെ സോറ അവൻ വഴി അറിയാത്തതുകൊണ്ട് 2-3 പിള്ളേരെയൊക്കെ കൂട്ടി എവിടേക്കോ നടന്നു പോകുന്നത് ലൂഫിയും ടീമും കാണും. അതിനുശേഷം നമ്മുടെ ആൾക്കാര് ഇപ്പൊ പതിയെ താഴേക്ക് വരും. വീണ്ടും അവരാ സിറ്റി മുഴുവൻ അരിച്ചു പെറുക്കും. അതിനിടയില് അവര് വഴിയിൽ വെച്ച് റോബിനെ കണ്ടുമുട്ടും. റോബിനോടും ആ ഫോട്ടോ കൊടുത്ത് ആ ബുള്ളിനെ കുറിച്ച് അന്വേഷിക്കാമോ എന്ന് ചോദിക്കും. അവൾ അവളുടെ കൈ വെച്ച് അവളെ കൊണ്ട് കഴിയും പോലെ എല്ലാം തന്നെ അന്വേഷിച്ചു നോക്കും. ഉടനെ റോബിൻ പറയും, നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഒരു ബുള്ള് അത് ഈ ഷിപ്പ് ബിൽഡിംഗ് ഏരിയയിൽ ഒന്നും തന്നെ കാണാനില്ല. അത് കേട്ട് നമ്മുടെ ആൾക്കാര് ഇപ്പൊ ഗ്രാൻഡ്മേരുടെ അടുത്തേക്ക് ചെല്ലും. അവരും അവിടെ മുഴുവൻ അന്വേഷിച്ച് ആ ഒരു ബുള്ളിനെ കുറിച്ച് യാതൊരു ഇൻഫർമേഷനും കിട്ടില്ല. അങ്ങനെ വീണ്ടും അവർ സിറ്റിയുടെ നാനാ ഭാഗത്തൂടെ കയറി ഇറങ്ങി നടക്കും. അപ്പോഴായിരിക്കും ചോപ്പർ ഒരു ബുള്ളിനോട് അതിനെക്കുറിച്ച് അന്വേഷിക്കുക. ആ ഒരു ബുള്ളിന് അവരന്വേഷിക്കുന്ന യാഗര ബുള്ളിനെ കുറിച്ച് അറിയാം. അത് അക്വാലോഗിന്റെ സമയത്ത് ആരെയോ രക്ഷിക്കാൻ സ്പീഡിൽ പോകുന്നത് ഞാൻ കണ്ടു. അറിഞ്ഞ കാര്യം ചോപ്പർ അവനുടനെ അബിയോടും ലൂഫിയോടും പറഞ്ഞു കൊടുക്കും. അവൾ ഒരുപാട് സന്തോഷത്തില് ഇപ്പൊ ചോപ്പറിനെ അങ്ങനെ ചേർത്ത് പിടിക്കും. ഉടനെ ലൂഫി അവൻ ഉറപ്പിച്ചു പറയും, നിന്റെ ബുള്ള് അതിവിടെ തന്നെ എവിടെയുണ്ട്, തീർച്ചയായിട്ടും നമുക്കതിനെ കണ്ടെത്താം. ഉടനെ അവൾ കണ്ണീരൊക്കെ തുടച്ച് മുൻപോട്ടേക്ക് നോക്കും. ഒരു കുഞ്ഞു പെണ്ണും അവളുടെ പപ്പയും ഒരു ബുള്ളിന്റെ പുറത്ത് പോകുന്നത് അവൾ കാണും. അവൾക്ക് 1 മിനിറ്റ് പഴയ ഓർമ്മകൾ വരും. അവൾക്ക് അവളുടെ ബുള്ളിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇതുപോലെ തന്നെ ആ ബുള്ളിന്റെ മുകളിലിരുന്ന് അവൾ ഈ ഐലാൻഡ് മുഴുവൻ കറങ്ങിയിട്ടുണ്ട്. കണ്ണിന് കാഴ്ച ഒരു അല്പം കുറവാണെങ്കിലും ഒരിക്കൽ പോലും അത് തെറ്റായ ദിശയിലേക്ക് അവളെ കൊണ്ടുപോയിട്ടില്ല. അതിന് നല്ല അടിപൊളി സ്കാർഫൊക്കെ കെട്ടിക്കൊടുത്ത് വളരെ കാര്യമായിട്ടാണ് അവൾ പരിപാലിച്ചത്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. 2-3 ദിവസം മുൻപ് അക്വാലോഗ് ഉണ്ടായപ്പോ അവളുടെ അച്ഛനും അമ്മയും അവർ 2 പേരും ചേർന്ന് അബിയെ വിളിക്കും. പക്ഷെ അവളാണെങ്കിൽ അവളുടെ ബുള്ളിനെ വിട്ടിട്ട് വരാൻ തയ്യാറാവില്ല. ഉടനെ പപ്പ പറയും, ഔബറയെ നമുക്ക് കൂട്ടിക്കൊണ്ടു പോകാനാവില്ല, നീ പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാ വർഷവും ഇത് സംഭവിക്കാറുള്ളതല്ലേ, നമ്മുടെ വീട് അത് ഈ സിറ്റിയുടെ തന്നെ സെന്ററിലാണ്. സോ അക്വാലോഗ് വന്നാലും ഔബറയ്ക്ക് ഒരു പോർല് പോലും ഏൽക്കില്ല എന്ന് പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യും. ഉടനെ ഔബറയും അവളെ പാരന്റ്സിന്റെ കൂടെ പറഞ്ഞയക്കും. അങ്ങനെ വേറെ വഴിയില്ലാതെ അതിനെ തനിച്ചാക്കി അവൾ പാരന്റ്സിന്റെ കൂടെ പോയി. കട്ട് ചെയ്ത അബി അവളിപ്പോ ലൂഫിയോട് ചോദിക്കും, ഞാനതിനെ ആക്ച്വലി മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. അതിന് ലൂഫി പറയും, ഒരിക്കലുമല്ല, നമുക്കൊന്നുകൂടെ ഇവിടെ മുഴുവൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അവരുടെ അടുത്തുള്ള ആ പുള്ളിലേക്ക് കയറാൻ നോക്കുമ്പോഴായിരിക്കും അതിന്റെ സ്കിന്നില് എന്തോ ഒരു സ്കാർഫ് ഒന്ന് ഒട്ടിയിരിക്കുന്നതായിട്ട് അവര് കാണുക. അവർ ആ സ്കാർഫ് പരിശോധിക്കും. അപ്പോഴായിരിക്കും പിടികിട്ടുക അത് യാഗരയ്ക്ക് കെട്ടിക്കൊടുത്ത അതേ സ്കാർഫാണ്. അവർ ആ സ്കാർഫ് അത് എവിടുന്ന് വന്നു നോക്കും. അപ്പൊ ദൂരത്തായിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് കാണും. ഉറപ്പായിട്ടും യാഗര അത് അവിടെ തന്നെ ഉണ്ടാവും പറഞ്ഞ് നമ്മുടെ ആൾക്കാര് ഇപ്പൊ അണ്ടർഗ്രൗണ്ടിലേക്ക് എടുത്തു ചാടും. അവര് വന്ന ബുള്ളിനെ ഇപ്പൊ അവിടെ നിർത്തി അവർ ആ അണ്ടർഗ്രൗണ്ടിന്റെ ഉള്ളിലേക്ക് നടന്നിറങ്ങും. അപ്പൊ ദൂരത്തായി ഒരു പച്ച വെളിച്ചം കത്തി നിൽക്കുന്നത് നമ്മുടെ ആൾക്കാർ കാണും. പച്ച വെളിച്ചം കണ്ടുടനെ അവള് വിളിച്ചു പറയും, അവിടെ തന്നെ ഉണ്ട്, ഞാൻ സ്വപ്നത്തില് ആ ഒരു സ്ഥലമാണ് കണ്ടത്, യാഗരെ ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് അവൾ അവിടേക്ക് ഓടും. അവളുടെ തൊട്ടു പിന്നാലെ ചോപ്പറും ലൂഫിയും. പക്ഷെ അടുത്ത സെക്കൻഡ് അവരിപ്പോ വെള്ളത്തിലേക്ക് അടിച്ചു വീഴും. അപ്പൊ അവര് കാണും ഏറ്റവും താഴെയായി ഒരുപാട് ബുള്ളുകള് അങ്ങനെ അവിടെ ലോക്കായി കിടക്കുകയാണ്. അല്പസമയം കഴിയുമ്പോ അവര് മറ്റേതോ സ്ഥലത്തേക്ക് വന്ന് അങ്ങനെ വീഴുകയാണ്. അവര് കണ്ണു തുറന്നു നോക്കും. അവിടെ എവിടെയും ഇപ്പൊ വെള്ളമൊന്നും കാണാനുണ്ടാവില്ല. പക്ഷെ അബി അവള് സ്വപ്നം കണ്ട അതേ സ്ഥലം അതിതാണ്. അപ്പൊ അവരുടെ തൊട്ടു പിന്നിലായിട്ട് ഒരു പച്ച വെളിച്ചം കാണും. അവര് തിരിഞ്ഞു നോക്കും. ഔബറ അത് അവരുടെ പിന്നില് അങ്ങനെ വന്ന് നിൽക്കുകയാണ്. അബിക്ക് അതിനെ കാണുമ്പോഴാണ് അവളുടെ ജീവൻ നേരെ വീഴുക. അവള് പറയും, വായു, നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്, നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. ഉടനെ ഔബറ അതിപ്പോ എന്തോ അതിന്റെ ശബ്ദത്തില് അവളോട് പറയാൻ തുടങ്ങും. ചോപ്പർ ആണെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. അതിന് നിന്നോട് കൂടെ വരാൻ കഴിയില്ല എന്നാണ് അത് പറയുന്നത്. നിന്നോടത് ക്ഷമ ചോദിക്കുന്നുണ്ട്. അബിക്കാണെങ്കിൽ ഒന്നും പിടിയിട്ടില്ല. നിനക്ക് എന്തു പറ്റി, എന്താ ഉണ്ടായേ, എന്റെ കൂടെ വായോ, നമുക്ക് പഴയതുപോലെ ഹാപ്പി ആയിട്ട് ജീവിച്ചൂടെ. അതിനാ ബുള്ള് പറയും, ഇല്ല, ഇനി എന്നെ കൊണ്ട് തിരികെ വരാൻ കഴിയില്ല, എനിക്ക് പോകാൻ സമയമായെന്ന് പറഞ്ഞ് അതിപ്പോ പതിയെ പതിയെ മറഞ്ഞു പോകാനായിട്ട് ആരംഭിക്കും. അത് കണ്ട ലൂഫി അവന്റെ കൈ നീട്ടി അതിനെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ലൂഫിക്കാണെങ്കിൽ അതിനെ പിടിക്കാൻ കഴിയില്ല. ലൂഫി പറയും, ഇതതിന്റെ സോളാണ്. പക്ഷെ അബി അവളിപ്പോ അതിന്റെ അടുത്തേക്ക് ഓടുകയാണ്. ലൂഫി ആണെങ്കിൽ അവളെ പിടിച്ചു വലിക്കും. നമുക്കിനി അതിന്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല, അതിന് നമ്മുടെ അടുത്തേക്ക് വരാനാവില്ല. ഉടനെ യാഗര അത് പതിയെ പതിയെ അങ്ങനെ ഇൻവിസിബിൾ ആവും. യാഗര മരിച്ചത് മനസ്സിലായി ഇപ്പൊ ബാക്കിയുള്ള ബുള്ളുകള് അവറ്റകളെല്ലാം തന്നെ വാട്ടർ 7-ൽ നിന്ന് ഇപ്പൊ നിലവിളിക്കാൻ തുടങ്ങും. അവറ്റകളുടെ ഒച്ച അത് ഐലാൻഡ് മുഴുവൻ അങ്ങനെ മുഴങ്ങി കേൾക്കാണ്.
ഇവിടെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ എന്തോ ഒരു കരച്ചിൽ കേൾക്കും. അവർ താഴേക്ക് നോക്കുമ്പോ പാറകൾക്കിടയില് ഒരു ചെറിയ ബുള്ളിന്റെ കുഞ്ഞ് അത് അഭി കെട്ടിക്കൊടുത്ത ആ ഒരു സ്കാർഫിൽ ചുറ്റി അങ്ങനെ കിടന്ന് കരയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാർക്ക് പിടികിട്ടുക ഈ ഒരു കുഞ്ഞൻ ബുള്ളിനെ ഹെൽപ്പ് ചെയ്യാനും അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുമാണ് യാഗർ തന്റെ ജീവൻ പോലും പണയപ്പെടുത്തി ഇവിടേക്ക് വന്നത്. അവൾ അതിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അവരെല്ലാവരും ഇപ്പൊ മുകളിലേക്ക് വരും. അബി അവളിപ്പോ ലൂഫിക്ക് കൊടുക്കാവുന്നേറ്റ ആ ക്യാഷ് അത് ലൂഫിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഉടനെ ലൂഫി, നീ ആഗ്രഹിച്ച നിന്റെ ബുള്ളിനെ എനിക്ക് തിരികെ തരാനായില്ല, സോ ഈ ക്യാഷ് എനിക്ക് ആവശ്യമില്ല. അതിനവള് പറയും, നിങ്ങൾ കാരണമാണ് അവസാനമായിട്ട് ഔബറയെ എനിക്ക് കാണാൻ സാധിച്ചത്. ഔബറയ്ക്ക് പകരം ഈ കുഞ്ഞിനെ എനിക്ക് കിട്ടിയതും നീ കാരണം തന്നെയാണ്. ലൂഫി പറയും, ഇപ്പൊ നിന്റെ കയ്യിലുള്ളത് ഒരു കുഞ്ഞ് യാഗറ ബുള്ളാണ്. ഈ ക്യാഷ് ഉപയോഗിച്ച് അതിന് നല്ല ഫുഡൊക്കെ വാങ്ങിക്കൊടുത്ത് നിന്റെ പഴയ യാഗറയെ പോലെ തന്നെ ഒരു അടിപൊളി ബുള്ളാക്കി മാറ്റണം. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഫൈനൽ നെസ്റ്റിംഗ് വില്ലേജില് ഔബറ അതങ്ങനെ ഹാപ്പി ആയിട്ട് നീന്തി തുടിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.